ഫെബ്രുവരി 28 തുടങ്ങിയ ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധം 40 ദിവസം കഴിഞ്ഞപ്പോൾ വെടിനിർത്തലിലെത്തി. 100 ദിവസം കഴിഞ്ഞപ്പോൾ സമാധാനത്തിലേക്കുള്ള വഴി തുറക്കുന്ന ഒരു ധാരണാപത്രത്തിലും എത്തപ്പെട്ടു. പക്ഷേ അതിന് 10 ദിവസത്തെ ആയുസ് മാത്രമേ ഉണ്ടായുള്ളൂ. ഏതൊരു കരാറും ധാരണാപത്രവും നിലനിൽക്കുന്നത് പരസ്പര വിശ്വാസത്തിലാണ്. കരാറിലെ വ്യവസ്ഥകൾ പാലിക്കുമെന്ന വിശ്വാസത്തിൽ. കഴിഞ്ഞ വർഷം ഇറാന്റെ ആണവ നിലയങ്ങളിൽ ബോംബിട്ട് അവസാനിച്ച 12 ദിവസത്തെ യുദ്ധത്തിന് മുൻപും ഈ വർഷം ഫെബ്രുവരി മാസത്തെ അവസാന ദിവസം തുടങ്ങിയ യുദ്ധത്തിന് മുൻപും ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ചകൾ നടന്നിരുന്നു. അത് ഒരു സമവായത്തിലെത്താനുള്ള ചർച്ചകൾ ആയിരുന്നില്ല എന്ന് തുടക്കം മുതൽ അമേരിക്കയുടെ പ്രവൃത്തികളിൽ നിന്ന് മനസ്സിലായി. ആക്രമിക്കുമെന്ന പ്രതീതി ഉണ്ടാക്കി സമ്മർദ്ദപ്പെടുത്തി ഇറാനെ കരാറിലേക്ക് എത്തിക്കാനായിരുന്നു ശ്രമം. ഇറാൻ അല്പം അയയുന്നു, കരാറിൽ ഒപ്പിടാൻ സാധ്യതയുണ്ട് എന്ന ഘട്ടമായപ്പോഴേക്കും അമേരിക്ക ആക്രമണം ആരംഭിച്ചു. അതിനാൽ തന്നെ ഏതൊരു ചർച്ചയെയും ഇറാൻ അവിശ്വാസത്തോടെയാണ് ഇപ്പോൾ സമീപിക്കുന്നത്. വിട്ടുവീഴ്ച ചെയ്തൊരു കരാറിലോ ധാരണാപത്രത്തിലോ ഒപ്പിടില്ല എന്ന് അവർ ശഠിച്ചതും അതുകൊണ്ടാണ്. ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ വലിച്ചുകീറി കളയുമെന്ന് വീമ്പടിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പിട്ടത് ഇറാൻ ആവശ്യപ്പെട്ടതെല്ലാം സമ്മതിച്ചു കൊടുത്തുള്ള കരാറിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്രാൻസിലും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ടെഹ്റാനിലും ഇരുന്ന് ഒപ്പിട്ട കരാറിലെ ആദ്യ വ്യവസ്ഥ തന്നെ ഇറാനും അമേരിക്കയും തമ്മിൽ ബന്ധമില്ലാത്ത ലെബനനിലെ ആക്രമണം നിർത്തുമെന്നാണ്. ലെബനനിലെ ആക്രമണം നടത്തുന്നത് ഇസ്രയേലാണ്. ലെബനൻ അമേരിക്കയുടെ തലവേദന ആയിരുന്നില്ല. എന്നിട്ടും ഇറാന്റെ മാത്രം താൽപ്പര്യമായ ലെബനൻ ആക്രമണം ആദ്യ വ്യവസ്ഥയായി വന്നത് അമേരിക്കയുടെ പരാജയമായാണ് ലോകം വിലയിരുത്തുന്നത്. അങ്ങനെ ഇറാന് വേണ്ടിയുള്ള ഒരു കരാർ അഥവാ ധാരണാപത്രത്തിന് എന്ത് പ്രസക്തി എന്ന ചോദ്യം ഉയരുന്നുമുണ്ട്. പ്രത്യേകിച്ചും കരാർ അനുകൂലമായിട്ടും അമേരിക്കയെ വിശ്വാസമില്ലെന്ന് ഇറാൻ ഉറക്കെ പറയുമ്പോൾ. ചർച്ച, സമാധാനം തുടങ്ങിയ വാക്കുകൾ പറഞ്ഞിരുന്നത് എപ്പോഴും അമേരിക്കയായിരുന്നു. ഇറാനെതിരെ സംസാരിച്ചു തുടങ്ങിയതും ചർച്ചകൾക്ക് വരണമെന്ന് പറഞ്ഞതും അമേരിക്കയാണ്. യുദ്ധം തുടങ്ങി ഒരു ഘട്ടമെത്തിയപ്പോൾ വീണ്ടും ചർച്ച എന്ന വാക്ക് കേട്ടു തുടങ്ങി. അതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്ന് തന്നെ. ഒടുവിൽ വെടിനിർത്തൽ, സമാധാന ശ്രമത്തിന്റെ ഭാഗമായുള്ള ധാരണാപത്രം എന്നിവയെല്ലാം പറഞ്ഞത് അമേരിക്കയാണ്. എന്നിട്ട് ഒപ്പിട്ടത് ഇറാന് വേണ്ടിയുള്ള ഒരു കരാറും. യുദ്ധം തുടങ്ങാനും അത് നിർത്താനും വെമ്പൽ കൊണ്ടത് അമേരിക്കയായിരുന്നു. ബരാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റായിരുന്നപ്പോൾ ഒപ്പിട്ട ഉടമ്പടിയിലെ വ്യവസ്ഥ ഇറാൻ ആണവായുധം ഉണ്ടാക്കില്ല എന്നായിരുന്നു. അതേ വ്യവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഒപ്പിട്ട ധാരണാപത്രത്തിലുമുള്ളത്. ഒബാമ കാലത്തെ ഉടമ്പടി റദ്ദാക്കിയത് ഡൊണാൾഡ് ട്രംപ് ആദ്യ തവണ പ്രസിഡന്റ് ആയപ്പോഴാണ്. അപ്പോൾ മുതൽ ഇറാൻ കടുത്ത ഉപരോധങ്ങൾ നേരിട്ടിരുന്നു. അവരുടെ എണ്ണ വിൽക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. ഉപരോധത്തെ മാനിക്കാത്ത ചൈന മാത്രമാണ് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിയിരുന്നത്. ഇറാൻ ഒരിക്കലും ഉപരോധങ്ങൾ മാറ്റാൻ അമേരിക്കയോട് അപേക്ഷിച്ചില്ല. ഇപ്പോഴാകട്ടെ യുദ്ധം ചെയ്ത് കരാറിലെത്തിയപ്പോൾ ഒബാമ ഭരണകൂടം നൽകിയതിലും കൂടുതൽ സൗജന്യങ്ങൾ അമേരിക്ക ഇറാന് നൽകുന്നു. പലതവണ ആവർത്തിച്ച ചോദ്യം വീണ്ടും ചോദിക്കുന്നു: എന്തിനായിരുന്നു ഈ യുദ്ധം? ഇറാനെ സഹായിക്കാനോ? നിലവിലെ കരാർ ശാശ്വത സമാധാനത്തിലേക്ക് നയിക്കില്ല എന്ന് അമേരിക്കയ്ക്കും ഇറാനും അറിയാം. വെറും തന്ത്രപരമായ ഒരു താൽക്കാലിക വിരാമം മാത്രമാണ് ഇപ്പോഴത്തേത് എന്ന് അന്താരാഷ്ട്ര വിദഗ്ധർ കരുതുന്നുണ്ട്. അമേരിക്കയും ഇറാനും ഒപ്പുവെച്ച ധാരണാപത്രം ഒരു സമാധാന ഉടമ്പടിയല്ല. ഇറാനിയൻ ഭരണകൂടം എന്താണ് എന്നും അവർക്ക് എന്താണ് വേണ്ടത് എന്നും കൃത്യമായ ധാരണയോടെയാണ് ട്രംപ് ഭരണകൂടം ഈ ചർച്ചകളിൽ പ്രവേശിച്ചത്. ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പാലിക്കാൻ ഇറാന് ഉദ്ദേശമുണ്ട് എന്ന് അമേരിക്കൻ ചർച്ചാ സംഘത്തിലെ പോലും ആർക്കും വിശ്വാസമില്ല എന്ന് ഇവർ പറയുന്നു. ഇറാന്റെ ഭരണകൂടത്തിന് ഹിതമായിട്ടുള്ളവ മാത്രമേ അവർ ചെയ്യൂ. അത് ഏത് കരാറായാലും. അതിൽ ഭരണകൂടത്തിന്റെ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായവ ഉണ്ടെങ്കിൽ അവ ലംഘിക്കപ്പെടുക തന്നെ ചെയ്യും. ചില സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാൻ ഇറാൻ ചർച്ചകൾ നടത്തും, ഉടമ്പടികൾ ഒപ്പിടും. എന്നാൽ ഭീഷണി അഥവാ സമ്മർദ്ദം ഒഴിവായാൽ വീണ്ടും അവർ പഴയപടിയാകുമെന്ന് ചില വിദഗ്ധർ പറയുന്നു. അമേരിക്കയുമായി ഒപ്പിട്ട കരാറിലും അത് പ്രകടമാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെച്ച രാജ്യമെന്ന നിലയിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി സഹകരണത്തിന് ഇറാൻ പ്രതിജ്ഞാബദ്ധമാണ്. പക്ഷേ പരിശോധനകൾ തടയുക, രഹസ്യമായി സമ്പുഷ്ടീകരണ സൗകര്യങ്ങൾ നിർമ്മിക്കുക തുടങ്ങിയ നടപടികളിലൂടെ അവർ ആ പ്രതിജ്ഞാബദ്ധതകൾ ലംഘിക്കുന്നു. സിവിലിയൻ ആവശ്യങ്ങൾക്കായി ആണവോർജ്ജം ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യത്തിന് വളരെ ചെലവേറിയ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ ആവശ്യമില്ല. പോരാത്തതിന് റഷ്യയിൽ നിന്നുൾപ്പെടെ വളരെ കുറഞ്ഞ വിലയ്ക്ക് ആണവ ഇന്ധനം വാങ്ങാൻ കഴിയും. അപ്പോൾ കരാറിലെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി ഇറാൻ ആണവായുധം വികസിപ്പിക്കുകയാണ് എന്നാണ് ഈ വിദഗ്ധർ പറയുന്നത്. അതായത് ഇത്തരത്തിൽ ആദ്യത്തെ കരാറിൽ ഒപ്പിട്ട ഒബാമ ഭരണകൂടത്തിന്റെ കാലത്തും യുറേനിയം സമ്പുഷ്ടീകരണവുമായി ഇറാൻ മുന്നോട്ടു പോയിരുന്നു എന്ന് സാരം.
ഇറാന്റെ ഭരണാധികാരികൾ ആണവായുധത്തോട് പ്രതിജ്ഞാബദ്ധരാണ്. തലപ്പത്ത് ആര് തന്നെ വന്നാലും അതിൽ മാറ്റമില്ല. കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനി ആണവായുധത്തിനെതിരെ സംസാരിച്ച വ്യക്തിയാണ്. പക്ഷേ പ്രവൃത്തിയിൽ അങ്ങനെ അല്ല എന്നാണ് ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ ഇത്തരം തന്ത്രമുള്ള ഇറാൻ ഇപ്പോഴത്തെ കരാറിനെ മാനിക്കില്ല എന്നാണ് ഈ വിദഗ്ധരുടെ അഭിപ്രായം. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നോക്കിയാൽ വാഷിംഗ്ടണിന്റെ കണക്കുകൂട്ടൽ വ്യത്യസ്തമാണ്. ഹോർമൂസ് കടലിടുക്ക് തുറന്നിടുക എന്നതാണ് അമേരിക്കയുടെ ആത്യന്തികമായ ലക്ഷ്യം. ആഗോള പ്രത്യാഘാതങ്ങളുള്ള ഊർജ്ജവില ഡൊണാൾഡ് ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ ഭീഷണിയായിരിക്കുന്നു. യുദ്ധത്തിനിടയിലെ ഇടവേള പ്രതികൂല അവസ്ഥകളെ അതിജീവിക്കാൻ അത്യാവശ്യമാണ്. ഏറ്റുമുട്ടൽ ഒഴിവാക്കി ഗൾഫ് രാജ്യങ്ങളിലെ തകർക്കപ്പെട്ട സൈനിക കേന്ദ്രങ്ങളുടെ പുനർനിർമ്മാണം ഉറപ്പാക്കണം. അതുകൊണ്ട് യുദ്ധത്തിൽ നിന്നുള്ള ഒരു താൽക്കാലിക വിരാമം ഒരു വിട്ടുവീഴ്ചയ്ക്കപ്പുറം ഒരു തയ്യാറെടുപ്പ് കൂടിയാണ് എന്ന് പ്രതിരോധ വിദഗ്ധർ പറയുന്നു. ഈ ധാരണാപത്രം ഇറാന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ല, പക്ഷേ അമേരിക്കയ്ക്ക് സ്വന്തം പ്രശ്നങ്ങൾ പരിഹരിക്കും വരെയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമ്പോൾ സംഘർഷത്തിലേക്ക് അമേരിക്ക തിരിച്ചു വരും. അപ്പോൾ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും ഒരു സംഘർഷ കേന്ദ്രമായി മാറുമെന്നും ഇവർ അഭിപ്രായപ്പെടുന്നു. നിലവിലെ വെടിനിർത്തലും സമാധാന ശ്രമങ്ങളും നവംബർ വരെ വലിച്ചു നീട്ടാനാകും ട്രംപിന്റെ ശ്രമം. ഇടക്കാല തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്തായാലും അതിനുശേഷം വീണ്ടും അമേരിക്ക യുദ്ധത്തിലേക്ക് വരും. തെരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് മേൽക്കൈ കിട്ടിയാൽ വർദ്ധിത വീര്യത്തോടെ ട്രംപിന് യുദ്ധം ചെയ്യാമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വിദേശകാര്യ വിദഗ്ധൻ ജോസഫ് ആന്റണി സാർ ഒപ്പം ചേരുകയാണ്. സാർ, നമ്മൾ ഇപ്പോൾ സൂചിപ്പിച്ചു വന്നത് അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് വീണ്ടും യുദ്ധത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ ചോദിക്കാനുള്ളത്, ഈ ഇറാനുമായുള്ള യുദ്ധത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ച പശ്ചിമേഷ്യയിലെ ചില US സൈനിക താവളങ്ങൾ ഇസ്രയേലിലേക്ക് മാറ്റാൻ ആലോചിക്കുന്നതായി വാൾസ്ട്രീറ്റ് ജേണൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാനിയൻ ഡ്രോണുകളുടെ തുടർച്ചയായ ആക്രമണത്തിനിരയായ പശ്ചിമേഷ്യയിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് പ്രതീക്ഷിച്ചതിലും വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. യുദ്ധത്തിൽ പശ്ചിമേഷ്യയിലെ 20-ലധികം സൈനിക താവളങ്ങളും നയതന്ത്ര കാര്യാലയങ്ങളും ആക്രമിക്കപ്പെട്ടതായാണ് US ഉദ്യോഗസ്ഥരെ തന്നെ ഉദ്ധരിച്ച് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിലെ തങ്ങളുടെ മൊത്തത്തിലുള്ള വിന്യാസതന്ത്രം US പുനഃപരിശോധിക്കുകയാണ്. ഇറാനിയൻ ഡ്രോൺ ആക്രമണങ്ങളുടെ പരിധിയിൽ നിന്ന് അകലെയുള്ള ഇസ്രയേൽ പോലുള്ള പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്ക് താവളങ്ങൾ മാറ്റുന്നതിനെക്കുറിച്ചാണ് ആലോചന എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു റിപ്പോർട്ട്. ഇതിനിടയിൽ തന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം നെതന്യാഹു പറഞ്ഞത് തങ്ങൾ അമേരിക്കയുടെ സഹായം ഇല്ല എങ്കിലും ഒറ്റയ്ക്ക് ഇറാനെ ആക്രമിക്കുമെന്നാണ്. ഇടയ്ക്ക് ട്രംപ് നെതന്യാഹുവിനെ തള്ളിപ്പറഞ്ഞതും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ പശ്ചിമേഷ്യയിലെ അല്ലെങ്കിൽ അമേരിക്കയിലെയും ഇസ്രയേലിലെയും പുതിയ സംഭവ വികാസങ്ങൾ നോക്കുമ്പോൾ ഇസ്രയേലിനെ അമേരിക്ക ഒരിക്കലും കൈവിടില്ല എന്നാണ്. അല്ല, ഈ യുദ്ധത്തിൽ നമ്മൾ കണ്ട ഒരു സംഭവ വികാസം അമേരിക്കയും ഇസ്രായേലും തമ്മിൽ താൽക്കാലികമായി, അമേരിക്ക ഇസ്രായേൽ എന്ന് പറയാൻ പറ്റത്തില്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ഉണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അത് വാസ്തവത്തിൽ അടിസ്ഥാനപരമായ അഭിപ്രായ വ്യത്യാസങ്ങളല്ല, ഇപ്പോഴത്തെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന, നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അങ്ങനെ നിൽക്കുന്നത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സൈനിക പിന്തുണ, സാമ്പത്തിക പിന്തുണ, രാഷ്ട്രീയ പിന്തുണ, ഇത് മൂന്നും ഉള്ളത് കൊണ്ടാണ്. ഇത് മൂന്നും എപ്പോഴില്ലാതാകുമോ അപ്പോൾ ഇസ്രായേൽ ഇല്ലാതാകും. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, $1.8 ബില്യൺ എല്ലാ വർഷവും അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ സൈനികമായ ആയുധം വാങ്ങുന്നതിനും അതിൻ്റെ മോഡേണൈസേഷനും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഏറ്റവും അധികം സാമ്പത്തിക സഹായം ഇതുവരെ ഏതാണ്ട് 300 ബില്യൺ സാമ്പത്തിക സഹായം ഇതിനകം അമേരിക്ക ഇസ്രായേലിന് കൊടുത്തു കഴിഞ്ഞു. അയൺ ഡോം എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ, എല്ലാവരും കൊട്ടിഘോഷിക്കുന്ന അയൺ ഡോം, അതായത് മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം ഡിസൈൻ ചെയ്തത് ഇസ്രായേലാണെങ്കിൽ അതിന് സാമ്പത്തിക സഹായം നല്ല രീതിയിൽ നൽകിയത് അമേരിക്കയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അമേരിക്കയുടെ സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായ പിന്തുണയില്ലെങ്കിൽ പിന്നെ ഇസ്രായേൽ ഇല്ല, വാസ്തവം പറഞ്ഞാൽ. അപ്പോൾ അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ഞങ്ങൾ അമേരിക്ക ഇല്ലെങ്കിലും ഞങ്ങൾ പിടിച്ചു നിൽക്കുമെന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു കാര്യവുമില്ല എന്ന് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. അത് നമ്മൾ അവരുടെ ശാസ്ത്രരംഗത്തെ അല്ലെങ്കിൽ കാർഷിക മറ്റ് രംഗത്തെ ടെക്നോളജിയുടെ രംഗത്ത് അവരുണ്ടാക്കിയ അഡ്വാൻസ്മെൻറ്റിനെ ഒന്നും ഞാൻ കുറച്ച് കണ്ടുകൊണ്ടല്ല പറയുന്നത്. പക്ഷേ ഈ സാമ്പത്തിക സഹായം, സൈനിക സഹായം, രാഷ്ട്രീയ സഹായം അമേരിക്കയുടെ ഇല്ലെങ്കിൽ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് പശ്ചിമേഷ്യയെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസം ഡൊണാൾഡ് ട്രംപ്
ഇപ്പോൾ പറഞ്ഞതൊക്കെ അതായത് ഈ നരകാസുരന് വരം കൊടുക്കുന്നത് പോലെയാണ്. അതായത് നമ്മൾ അമേരിക്ക സഹായിച്ച ഇസ്രായേൽ അവസാനം ഈ ട്രംപിന് പണി കൊടുക്കുന്ന ഘട്ടത്തിലേക്ക് വന്നപ്പോഴാണ് ട്രംപ് പറഞ്ഞത്, ഇയാളോട് പറഞ്ഞത്, ഞാനില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ജയിലിൽ പോയി കിടന്നേനെ എന്ന് വരെ ട്രംപ് പരസ്യമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന അപ്പോൾ അത്രമാത്രമാണ് കാര്യം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഒരു ലോബി എന്ന് പറയുന്നത് ഇസ്രായേൽ ലോബിയാണ്. ഇസ്രായേൽ ലോബിയെ പിണക്കിക്കൊണ്ട് സാധാരണഗതിയിലുള്ള ഒരു രാഷ്ട്രീയക്കാരനും ആ രാജ്യത്ത് ഉയർന്നു വരാൻ കഴിയില്ല. അവരുടെ സമ്പത്ത്, അവരുടെ ഫണ്ടിങ്, അവരുടെ മീഡിയ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ ഇസ്രായേൽ ലോബിക്കെതിരായിട്ട് നിൽക്കുന്ന ആളിനെ ഇല്ലാതാക്കാനുള്ള എല്ലാ ശേഷിയുമുള്ള ഒരു ലോബിയാണ് ഇസ്രായേൽ ലോബി. അപ്പോൾ അതുകൊണ്ട് ആ ഇസ്രായേൽ ലോബി പിണക്കിക്കൊണ്ട് ഒരു രാഷ്ട്രീയക്കാരന് പോകാൻ കഴിയത്തില്ല. അത്രമാത്രം ശക്തമായ വേരുകളുണ്ട് അമേരിക്കയിൽ ഇസ്രായേൽ ലോബിക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ ബന്ധങ്ങളിലൊന്നും വലിയ വിള്ളലുകളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും ഇസ്രായേലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സമീപനം തന്നെയായിരിക്കും അമേരിക്ക സ്വീകരിക്കുക വരുന്ന ആളുകളിലും. അതുകൊണ്ട് അതിൽ നിന്ന് മാറ്റം ഉണ്ടാകില്ല. പിന്നെ ഈ ആയുധങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ മാറ്റുന്നതിനെ സംബന്ധിച്ച് നിലവിൽ തന്നെ ഇസ്രായേലിന് എല്ലാ തരത്തിലുള്ള സംരക്ഷണവും നൽകുന്നുണ്ട് അമേരിക്ക. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി ഏതെങ്കിലും ഈ പശ്ചിമേഷ്യയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ അങ്ങോട്ട് മാറ്റി സ്ഥാപിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എന്ന് മാത്രമല്ല, പശ്ചിമേഷ്യയിൽ പ്രവർത്തിക്കുന്ന സൈനിക കേന്ദ്രങ്ങളൊന്നും മാറ്റിക്കൊണ്ടു പോകാൻ ആ രാജ്യങ്ങൾ തയ്യാറാകത്തുമില്ല. കാരണം വെച്ചാൽ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം പശ്ചിമേഷ്യയിലെ സൗദി അറേബ്യ ഉൾപ്പെടെ ബഹ്റിൻ, ഖത്തർ, കുവൈറ്റ്, ഒമാൻ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളൊന്നും തന്നെ അവർക്ക് കാരണം ഇവരുടെ ഒരു സൈനിക സംരക്ഷണം, അമേരിക്ക എന്ന് പറയുന്ന രാജ്യം നൽകുന്ന സൈനിക സംരക്ഷണം ഈ രാജ്യങ്ങൾക്കെല്ലാം വേണം. കാരണം അവരെല്ലാം ഷെയ്ഖ്ഡംസാ, അതായത് രാജാക്കന്മാരോ അങ്ങനെയുള്ള ഏകാധിപതികളായിട്ടുള്ള ആളുകളാണ് ആ രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ അവിടെ അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിച്ചുകൊണ്ട് അവരുടെ ഈ സിംഹാസനം അധികാരം നിലനിർത്തണമെങ്കിൽ അമേരിക്കയുടെ പിന്തുണ തന്നെ വേണം. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളും വിശ്വാസക്കുറവും അമേരിക്കയും പശ്ചിമേഷ്യൻ രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ സൈനിക കേന്ദ്രങ്ങൾ, സൈനിക താവളങ്ങൾ അവിടെ തന്നെ നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ഇസ്രായേലിലോട്ട് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല.